കോഴിക്കോട് കൊളത്തറ ചാലിയാറിൽ വള്ളം മറിഞ്ഞ് മധ്യവയസ്കനെ കാണാതായി. കൊളത്തറ സ്വദേശി കിളിയനാട്ട് അബ്ദുൽ സലാമാണ് ഒഴുക്കിൽപ്പെട്ടത്. സഹോദരൻ മുഹമ്മദ് നീന്തി രക്ഷപ്പെട്ടു. അബ്ദുൽ സലാമിനായി ചാലിയാറിൽ തെരച്ചിൽ തുടരുകയാണ്. മുഹമ്മദ് ഷംസീർ വിവരങ്ങൾ നൽകും. ഷംസീർ, എപ്പോഴായിരുന്നു ഈ അപകടം? എങ്ങനെയാണ് ഇദ്ദേഹം അപകടത്തിൽപ്പെട്ടത്? ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സഹോദരങ്ങൾ മത്സ്യബന്ധനത്തിന് വേണ്ടി പോയതായിരുന്നു. കിളിയനാട്ട് അബ്ദുൽ സലാം, ഒപ്പം തന്നെ സഹോദരനായ മുഹമ്മദ് എന്നിവരാണ് വള്ളത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോയത്. ഈ കൊളത്തറ ചാലിയാർ ഭാഗം നല്ല അടിയൊഴുക്കുള്ള ഭാഗമാണ് എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് തന്നെ വലിയ അടിയൊഴുക്ക് ഈ ഭാഗത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ സമയത്താണ് ഈ വള്ളം മറിയുകയും ഒഴുക്കിൽപ്പെടുകയും ചെയ്തത്. ഇതിൽ രണ്ടുപേരും ഒഴുക്കിൽപ്പെട്ടെങ്കിലും മുഹമ്മദ് നീന്തി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ അബ്ദുൽ സലാമിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഒഴുക്കിൽപ്പെട്ട് പിന്നീട് കാണാതാവുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ എത്തി വിശദമായ പരിശോധന തന്നെ നടത്തിയിരുന്നു. ഈ മീൻചന്തയിൽ നിന്നും വെള്ളിമാടുകുന്ന് ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നുള്ള സ്കൂബ സംഘം ഉൾപ്പെടെ എത്തിയുള്ള തെരച്ചിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അണ്ടർ വാട്ടർ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തിയെങ്കിലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പ് തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെ വീണ്ടും തെരച്ചിൽ തുടങ്ങും. ഇവിടെ നല്ല ഒഴുക്കുള്ള സ്ഥലമാണെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നാളെ വിശദമായ പരിശോധന വീണ്ടും തുടങ്ങും. മുഹമ്മദ് ഷംസീറാണ് വിവരങ്ങൾ നൽകിയത്.